പയ്യന്നൂർ ഫണ്ട് വിവാദത്തിൽ CPM ആദ്യം സ്വീകരിച്ച നിലപാട് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച തുക അത് ജനങ്ങളെ അറിയിക്കേണ്ടതില്ല എന്നതായിരുന്നു. എന്നാൽ പിന്നീട് ആ സമീപനം മാറ്റി തുക എത്ര പിരിച്ചു എന്ന് ജനങ്ങളെ അറിയിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ അത് കുഞ്ഞികൃഷ്ണൻ പുസ്തകം ഇറങ്ങിയതിനു ശേഷം എന്നാണ് KK രാഗേഷ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത്. എന്നാൽ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് തൻ്റെ പുസ്തകം വായിച്ച് അതിലെ കണക്ക് മനസ്സിലാക്കി അതിനനുസരിച്ചൊരു കണക്ക് അവതരിപ്പിക്കാനാണ് ശ്രമം എന്നതാണ്. അതുകൊണ്ട് നാളെ പുസ്തക പ്രകാശനം നടക്കാനിരിക്കുക. അതിനു മുൻപ് തന്നെ ഈ കണക്കുകൾ പാർട്ടി പുറത്തുവിടണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കാൻ മനസ്സില്ല എന്നതാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, എന്തെങ്കിലും തരത്തിൽ തോന്നിവാസങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചാൽ കേസ് നൽകും എന്നും MV ഗോവിന്ദൻ പറയുന്നു. മനസ്സില്ല പോരെ. കുഞ്ഞീഷൻ പറയുന്ന ചോദ്യം കൊണ്ട് പുറപ്പെട്ടിരിക്കുക ചെറിയ ആൾ. കുഞ്ഞീഷന്റെ കണക്ക് നോക്കേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ കണക്കുണ്ട്. പിന്നെ ഇതിനാ കുഞ്ഞീഷന്റെ കണക്ക് നോക്കുന്നു? പാർട്ടിയിൽ ഉടനീളം നമ്മൾ റിപ്പോർട്ട് ചെയ്തല്ലേ. ഞങ്ങളുടെ കണക്കില്ലേ, ആ കണക്ക് ഞങ്ങൾ അവതരിപ്പിക്കും. അതിന് കുഴപ്പം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. രാജേട്ടൻ പറഞ്ഞാലും ഗോവിന്ദ മാഷ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇമാതിരി തോന്നിയവാസം എന്തെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരും. നാളെ പുസ്തക പ്രകാശനം നടക്കാനിരിക്കെ വലിയ സുരക്ഷയാണ് പയ്യന്നൂരിൽ ഒരുക്കിയിട്ടുള്ളത്. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വൈകുന്നേരം 4:30 ജോസഫ് C. മാത്യു പുസ്തകം പ്രകാശനം ചെയ്യും. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ കുഞ്ഞികൃഷ്ണൻ സമീപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ വടക്കൻ മേഖല ജാഥ അതും കണ്ണൂർ ജില്ലയിലൂടെയാണ് കടന്നു പോകുന്നത്. നാളെ MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് പയ്യന്നൂരിൽ ഗാന്ധി പാർക്കിൽ വെച്ച് ഈ പുസ്തക പ്രകാശനം നടക്കുന്നത്. അതിനുശേഷം 6-ാം തീയതി ഇത് സംബന്ധിച്ച് വിശദമായ വാർത്താ സമ്മേളനം വിളിച്ച് കണക്കുകൾ അവതരിപ്പിക്കുമെന്നതാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.